ഹേ ഗൈസ്, ഞാനേ ഒന്ന് തൃശ്ശൂർ വരെ പോവാണേ. കാരണം ഒരു തൃശ്ശൂരുകാരിയായിട്ട് ഇന്ന് വരെ ഞാൻ തൃശ്ശൂർ പൂരം കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തൊക്കെയോ തേക്കിൻകാട് മൈതാനത്തിൽ എന്തൊക്കെയോ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് എൻ്റെ മേമയാണ്. കാരണം മേമയാണ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, പോവാമെന്ന്. അപ്പോൾ മേമയും കൊച്ചച്ഛനും പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ വിളിച്ചു, ഞങ്ങളും പോയിട്ട് വരാം. എന്താ സംഭവം എന്നൊന്ന് കണ്ടിട്ട് വരാം. നിങ്ങളെയും കാണിച്ചു തരാം. തൃശ്ശൂരുകാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഞാനും അമ്മയും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ വഴിയിൽ അവരെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ, മേമയും കൊച്ചച്ഛനും വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തി. പാറമേക്കാവ് അമ്പലമാണിത്. അറിയാത്തവരുണ്ടെങ്കിൽ കേട്ടോ, പാറമേക്കാവ് അമ്പലമാണ്. അവിടുന്ന് ഇങ്ങനെ നമ്മുടെ റോഡ് സൈഡിലേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്. നല്ല രസമുണ്ടായിരുന്നു. ഓരോന്നിനും ഓരോ തീം ഉണ്ടെന്ന് തോന്നുന്നു. സംഭവം നല്ല കോമ്പറ്റീഷൻ ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഓരോന്നും അവർ എന്താ പറയുക, വെറൈറ്റി ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഉള്ളിലേക്കൊന്നുമില്ല. ഞങ്ങൾ 4 പേരാണ് കേട്ടോ പോയത്. മേമയും കൊച്ചച്ഛനാണ് അത്, പിന്നെ അമ്മയും. അപ്പോൾ ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ നിന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ നൈറ്റ് ആയതുകൊണ്ട് കണ്ടില്ലേ, റോസാപ്പൂ, അങ്ങനെ പല പല തീമിൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു അടിപൊളി വൈബായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ തേക്കിൻകാട് മൈതാനത്തിൻ്റെ ഉള്ളിലേക്കായിട്ടൊന്നുമില്ല. ഇത് നമ്മുടെ റോഡിലൂടെ പോകുമ്പോൾ ഇങ്ങനെ കാണില്ലേ, ആ ഒരു ഭാഗങ്ങളിൽ മാത്രമാണ് ഇത് നന്നായി ചെയ്തു വെച്ചിരിക്കുന്നത്. അവിടുന്ന് നമുക്ക് ഇപ്പോൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ എംബാപ്പെ, മെസ്സി, റൊണാൾഡോ, പിന്നെ നെയ്മർ, ഇവരുടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന്, അതിൻ്റെ വേരിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തതാട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഓവറോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ അവർ ഒരു എന്താ പറയുക, കയറി വരുമ്പോൾ നമ്മുടെ ആർച്ച് പോലെ കെട്ടില്ലേ, അങ്ങനെയൊക്കെ കെട്ടിയിട്ട് അടിപൊളിയായിരുന്നു സംഭവം. ഇതതുപോലെ തന്നെ ലൈറ്റ് ഇങ്ങനെ മാറി മാറി വരുന്നൊരു ടൈപ്പ് മരത്തിൻ്റെ മുകളിലാണ് കേട്ടോ അവരത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഓവറോൾ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് നൈറ്റ് ഒരു ചിൽ വൈബൊക്കെ അടിച്ച് നടക്കാൻ പറ്റിയൊരു ടൈപ്പായിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. നമ്മുടെ വടക്കുന്നാഥനാണ്. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നേരെ കിട്ടിയില്ല അത്. അങ്ങനെ നമ്മളെല്ലാം കണ്ട് തിരിച്ചവിടുന്ന് പോവാണ്. കുറേ ആൾക്കാരുണ്ടായിരുന്നു, കുറേ ആൾക്കാർ. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമായൊരു സംഭവമായിരുന്നു കേട്ടോ. അവിടെ ആ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമായതായിരുന്നു അത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കപ്പിൾസായിട്ടും ഫാമിലി ആയിട്ടും ലവേഴ്സ് വരെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ തൃശ്ശൂരിൽ ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ടാവും മേ ബി. അപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ കണ്ടിട്ട് നമ്മൾ നടന്ന് വയ്യാണ്ടാവും കേട്ടോ. പതുക്കെ പതുക്കെ നടന്ന് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് ഇത് മാത്രം കാണാനായിട്ട് വന്നിട്ട് അങ്ങനെ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മടുക്കും. പക്ഷേ ഇതിങ്ങനെ നമ്മൾ എല്ലാവരും കൂടി നടന്ന് വർത്തമാനം പറഞ്ഞ് സംഭവമൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ വരുന്ന വഴി അഭിരുചി എന്ന് പറഞ്ഞിട്ട് മീനാലൂരുള്ള ഒരു ഹോട്ടലിലാണ് കയറിയത്. അവിടുത്തെ മെനു നമ്മൾ എത്തിയ ടൈം കുറച്ച് വൈകിപ്പോയി. അപ്പോൾ നമ്മൾ ചോദിച്ച കുറേ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ള സംഭവങ്ങൾ, കൊണ്ടുവന്ന സംഭവങ്ങൾ ഒരു രക്ഷയില്ല. അടിപൊളി. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്താണ്. അടിപൊളിയായിരുന്നു. നമ്മൾ ബട്ടർ നാനും പിന്നെ ഫ്രൈഡ് റൈസ്, ബിരിയാണിയാണ് നമ്മൾ ഫസ്റ്റ് ചോദിച്ചത്. അപ്പോൾ പക്ഷേ ബിരിയാണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഒരു ബിരിയാണി ഉണ്ടായിരുന്നില്ല. നമ്മൾ ചിക്കനായിരുന്നു ചോദിച്ചത്. ചിക്കൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഫിഷ് ബിരിയാണിയോ ബീഫോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നുമില്ല. ബിരിയാണിയൊക്കെ ആ സമയമാകുമ്പോഴേക്കും കഴിഞ്ഞിരിക്കുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല റഷുള്ളൊരു ഹോട്ടലായിരുന്നു. അതിപ്പോൾ ഈ അടുത്തെങ്ങാണ്ട് തുടങ്ങിയതാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ
നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ഫ്ലേവറൊക്കെ അതിൻ്റെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ സ്റ്റാർട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൈഡ് റൈസ്, ബട്ടർ നാൻ, പിന്നെ പനീർ ബട്ടർ മസാല, ചിക്കൻ്റെ ഒരു കറി, പിന്നെ എന്താ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു അടിപൊളി ആംബിയൻസും ആണ് കേട്ടോ അത്. അവിടെ നല്ല നമുക്ക് ഉള്ളിൽ വേണമെങ്കിൽ ഉള്ളിലിരിക്കാം, പുറത്ത് വേണമെങ്കിൽ പുറത്തിരിക്കാം. നല്ലൊരു അടിപൊളി ഏരിയയാണ്. ഒരു എന്താ പറയുക, ഒരു കച്ചറയില്ലാത്തൊരു സ്ഥലം. നല്ല അടിപൊളി വൈബ്, ലൈറ്റൊക്കെ ഇട്ട് ഫുഡ് ഒന്നും